നാടിനെ ആകെ ഞെട്ടിച്ച ഷാരോൺ രാജ് വധക്കേസിലാണ് ഇന്ന് ശിക്ഷ വിധിക്കാനിരിക്കുന്നത്. ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ മൂന്നാം പ്രതിയാണ്. ഇവരൊക്കെ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്കുള്ള ശിക്ഷ എന്തായിരിക്കണം, എന്താണ് ഇവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷ എന്നുള്ളതാണ് ഇന്ന് 11 മണിക്ക് ശേഷം നമ്മൾ അറിയാം. ഷാരോന്റെ കുടുംബത്തിന്റെയൊക്കെ പ്രതികരണങ്ങൾ ആദ്യ ദിവസം തന്നെ നമ്മൾ കേട്ടതാണ്. അവർ കൃത്യമായ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തിൽ കാത്തിരിക്കുകയാണ്. ഇരുവർക്കും പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുന്നു. അതാണ് ഷാരോണിന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഇത് സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. സുഹൃത്തുക്കളായിരിക്കുക, അതിന്റെ ഒരു ഘട്ടത്തിൽ ഒരു ആൺ സുഹൃത്തിനെ ഒഴിവാക്കാൻ വേണ്ടി പെൺ സുഹൃത്ത് വിഷം കലർത്തിയ കഷായം നൽകുക. അതിനുവേണ്ടി പലതവണ ശ്രമിച്ചു എന്നുള്ളതാണ്. പാരസെറ്റമോൾ അധികമായി നൽകി ശ്രമിച്ചു. പക്ഷേ അതിനകത്ത് ആ രുചി വ്യത്യാസം കൊണ്ട് അന്ന് കുടിച്ചില്ല. പിന്നീട് ജ്യൂസ് ചാലഞ്ച് നടത്തുന്നു. ഇതിനുശേഷമാണ് ഏറ്റവും അവസാനം കീടനാശിനി കലർത്തി ഉള്ള കഷായം കൊടുത്ത് കൊലപ്പെടുത്തി. ജ്യൂസ് കൊടുത്ത ശേഷമുള്ള മെസ്സേജുകളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ്. അതിലൊക്കെയാണ് ഒരുപക്ഷെ പ്രണയത്തെ പോലും കൊലപ്പെടുത്തി എന്ന് വാദിക്കേണ്ട സാഹചര്യത്തിലേക്ക്, അത്രയും ഒരാളെ ഇങ്ങനെ സ്നേഹിച്ചു വഞ്ചിക്കുമോ എന്ന് ആളുകൾക്ക് പോലും അത്ഭുതം തോന്നുന്ന ഒരു ക്രൂരകൃത്യമാണ് നടന്നത്. ഇനി ഒരിക്കലും ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. എന്തായാലും നമുക്ക് ചില പ്രതികരണങ്ങളുണ്ട്. അതിനുശേഷം അമൽ തേനമ്പറമ്പിൽ വിശദമായി പറയും. ദിവിഷ്, ഈ കേസ് ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന മാതൃഭൂമി ന്യൂസ്, അതുപോലെ തന്നെ മാതൃഭൂമി ന്യൂസിൽ അമൽ തേനമ്പറമ്പിലാണ് ഈ കേസ് ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ്. അതെ, കഴിഞ്ഞ ദിവസം ഷാരോന്റെ കുടുംബം ബന്ധു പ്രത്യേകം അമലിന്റെ പേരെടുത്ത് പറഞ്ഞു. ഇപ്പോൾ അമൽ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അമൽ, ഒരു മണിക്കൂറിനുള്ളിൽ, അതായത് ഇനി ഒരു 55 മിനിറ്റ് കഴിയുമ്പോൾ കോടതി നടപടി തുടങ്ങും. അപ്പോൾ വിധി എന്താണ് എന്നറിയാം. ഗ്രീഷ്മ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഫോർട്ട് ആശുപത്രിയിൽ നിന്നും അട്ടകുളങ്ങര ജയിലിലായിരുന്നു. അവിടെ നിന്നും ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും നെയ്യാറ്റിൻകരയിലേക്ക് പോലീസ് വാഹനം പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതു നിമിഷവും ഗ്രീഷ്മയെയും കൊണ്ടുള്ള പോലീസ് വാഹനം ഇവിടേക്ക് എത്തും. അതിനുശേഷം ഗ്രീഷ്മ കോടതിയിലേക്ക് പോകും. കോടതി നടപടികൾ കൃത്യം 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ 11 മണിക്ക്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ശിക്ഷാവിധി എന്ത് എന്നുള്ള കാര്യം അറിയാൻ കഴിയും എന്നുള്ളതാണ്. പരമാവധി ശിക്ഷ വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പ്രോസിക്യൂഷനും ഷാരോണിന്റെ കുടുംബവും. പക്ഷേ ആ പരമാവധി ശിക്ഷ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ പ്രതിഭാഗവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും തങ്ങൾക്ക് പറയാനുള്ള അവസാന കാര്യങ്ങളെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അപൂർവമായ ഒരു കേസായി പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ വിധിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. ഈ കോടതിയുടെ പരിസരത്തേക്ക് രാവിലെ തന്നെ ഈ കേസിന്റെ വിധിയുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതിനാൽ തന്നെ ആളുകൾ എത്തുന്നു. കോടതിക്കകത്തേക്ക് ഈ കോടതിയുമായി ബന്ധപ്പെട്ട ആളുകളെയും അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വരുന്ന ആളുകളെയും മാത്രമാണ് കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് പുറത്തു നിന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. കോടതിക്ക് അകത്തേക്ക് കയറി മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ ശേഖരിക്കാം, വാർത്തകൾ നൽകാൻ കഴിയും. എന്തായാലും കൃത്യമായ വിവരങ്ങൾ നമുക്കൊരു 11:05 തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രീഷ്മയുടെ വരവ് അധികം താമസിയാതെ ഉണ്ടാകും. ഈ കേസിൽ 3 പ്രതികളായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അതിൽ 1-ാം പ്രതി ഗ്രീഷ്മ കൃത്യം നടത്തിയയാൾ, 2-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ, തെളിവ് നശിപ്പിക്കലായിരുന്നു ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരനെതിരെ ചുമത്തിയിരുന്നത്. പിന്നീട് 3-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല കോടതി അമ്മയെ വെറുതെ വിടുകയും ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇവർ കുറ്റക്കാരാണോ എന്നുള്ള വിധിക്കിടെ പറഞ്ഞത്. നിലവിലെന്തായാലും ഗ്രീഷ്മയും അമ്മാവനും ഇവിടേക്ക് എത്തും. ഇപ്പോൾ നേരത്തെ നമ്മൾ പ്രതികരണം കണ്ടതാണ്, കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ആ പ്രതികരണത്തിൽ അവർ പറയുന്നത് പരമാവധി ശിക്ഷ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരാൾ 11 ദിവസം ആശുപത്രിയിൽ കിടക്കുകയാണ്. ആന്തരികാവയവങ്ങളെല്ലാം ദ്രവിച്ചു പോയാണ് മരണപ്പെടുന്നത്. ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മരണപ്പെടുന്നത്. അതോടൊപ്പം കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അങ്ങേയറ്റം വിശ്വാസത്തോടു കൂടി ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം നടന്നതിന് ശേഷം ആ ചെറുപ്പക്കാരനെ മാത്രമല്ല അവർ താലി കെട്ടുകയും ചെയ്തു, വിവാഹം കഴിക്കുകയും ചെയ്തു. ഔദ്യോഗികമായി വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊന്നും പോയില്ല എങ്കിൽ കൂടി വീട്ടിൽ വെച്ച് താലി കെട്ടി വിവാഹം കഴിച്ച ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വഞ്ചിക്കാൻ തീരുമാനിക്കുന്നു. ആ ചെറുപ്പക്കാരനോട് ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഗ്രീഷ്മ പറയുന്നത്. പക്ഷേ അതിനുശേഷവും ഗ്രീഷ്മ ഈ ഷാരോണിനെ കൊലപ്പെടുത്താനായി കൃത്യമായ ആസൂത്രണം നടത്തുന്നു. 4 മാസത്തോളം നീണ്ടുനിന്ന ആസൂത്രണത്തിനൊടുവിലാണ് ഈ കൃത്യം നടക്കുന്നത്. അതായത് ആദ്യം ഒരു ജ്യൂസ് ചലഞ്ച് നടത്തി ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അത് പാഴായിപ്പോയി. ആ ജ്യൂസ് ചലഞ്ചിന്റെ വീഡിയോ പുറത്തു വന്നതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ആ ജ്യൂസ് ചലഞ്ചിന്റെ വീഡിയോയിൽ 2 കുപ്പിയിൽ, ഒരേ ബ്രാൻഡിന്റെ കുപ്പിയിലുള്ള ജ്യൂസ്, പക്ഷേ ഒരെണ്ണത്തിന് ഒരു അല്പം നിറവ്യത്യാസം. അത് കണ്ടപ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. അത് വാർത്തയാകുന്നു. പോലീസ് അതിനെ ഗൗരവമായി പരിഗണിക്കുന്നു. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആണ് ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പിന്നെ അന്വേഷിക്കുമ്പോഴാണ് അതൊരു ആദ്യ അറ്റംപ്റ്റ് മാത്രമായിരുന്നു, അത് പരാജയപ്പെട്ടു പോയ അറ്റംപ്റ്റ് ആയിരുന്നു. എന്നാൽ പിന്നീട് ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ, അതും ഒരു ചലഞ്ചായിരുന്നു, ഈ കഷായം ചലഞ്ചായി
തെറ്റായി നടത്തി, തനിക്കിത് കുടിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഷാരോണിന് കുടിച്ചുകൂടാതെന്ന് ചോദിക്കുന്നു. ആ ചെറുപ്പക്കാരൻ അത് കുടിക്കുന്നു. അങ്ങനെ കുടിച്ചതിന് ശേഷം വീട്ടിലേക്ക് പുറത്തിറങ്ങി വന്ന് ഛർദ്ദിക്കുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നെയ്യാറ്റിൻകരയിലെ ഒരു ആശുപത്രിയിൽ ആദ്യം എത്തിക്കുന്നു. പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ അതിനുശേഷം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കേസിന്റെ ഒരുപക്ഷെ ഇതിന്റെ വിധിയെ പോലും സ്വാധീനിച്ചേക്കാവുന്ന ഒരു മൊഴിയുണ്ട്. അത് ഈ ഷാരോൺ മെഡിക്കൽ കോളേജിൽ കിടന്നു നൽകിയ മൊഴിയാണ്. ആ മൊഴിയിൽ പറയുന്നത് ഗ്രീഷ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം പിന്നീട് ഷാരോണിന്റെ പിതാവിനോട് തനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, പ്രയാസമാകും എന്നൊരു തോന്നലുണ്ടായ ഘട്ടത്തിൽ മാത്രമാണ് ഷാരോണിന്റെ പിതാവിനോട് പറയുന്നത് ഗ്രീഷ്മ തനിക്ക് ഇങ്ങനെ കഷായം തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ സുഹൃത്തായ റിജിനോടും ഷാരോൺ ഈ കാര്യം പറഞ്ഞിരുന്നു. ആ 2 മൊഴികളാണുള്ളത്. അല്ലാതെ ഗ്രീഷ്മ നേരിട്ട് നൽകിയ, ഷാരോൺ ഏറ്റവും അവസാനം നൽകിയ, മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഗ്രീഷ്മയെ ഒരു വിധത്തിലും അവിശ്വസിക്കാതെയുള്ള മൊഴിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിഭാഗം കൃത്യമായി തന്നെ കോടതിയിൽ ആ കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. ഇത് പരിഗണിക്കണം എന്നുള്ള കാര്യം. കാരണം ഗ്രീഷ്മ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനായി അവർ പറയുന്നത് ഈ പറയുന്ന മരിച്ചുപോയ ഷാരോൺ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ മറ്റ് തെളിവുകൾ എന്ന് പറയുന്നത്, ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് ഒരു കുപ്പി മാത്രമാണ്. മറ്റുള്ള അത്തരത്തിലുള്ള തെളിവുകളില്ല. ശാസ്ത്രീയ തെളിവുകൾ, അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ നിന്നുള്ള തെളിവുകൾ, അത് രണ്ടും മെഡിക്കൽ എവിഡൻസ്, ഇത് രണ്ടും നിർണായകമായി മാറുമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഷാരോൺ ഒരിക്കൽ പോലും അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ. ആ വിശ്വാസവഞ്ചനയുടെ ആഴം അത് എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന്. കാരണം താൻ മരണത്തിലേക്ക് പോകുന്നു എന്ന് കരുതുമ്പോൾ പോലും താൻ പ്രണയിച്ചയാൾ തന്നെ ചതിക്കില്ല എന്ന് വിശ്വസിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെയാണ് ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്തത്. അതും വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും ക്രൂരമായൊരു മരണം വിധിച്ചത്. സ്വാഭാവികമായിട്ടും അതൊക്കെ കോടതി പരിഗണിക്കുന്നുണ്ടോ? ഈ